എന്തൊക്കെയുണ്ട്? ധരാരി ചർമാസി ഗതേഷു ചാപം, ശംഖം, ചക്രം, പരിച, വാള്, ചാപം ഇപ്രകാരമൊക്കെ വെച്ചുകൊണ്ട് അഷ്ടഗുണോഷ്ടബാഹു 8 തൃക്കരങ്ങളോടുകൂടിയ ആ ഭഗവാന്റെ രൂപത്തെ ഞാൻ സ്മരിക്കുന്നു. അങ്ങനെ വിഷ്ണുവിനെ സ്മരിച്ച് ഭഗവാന്റെ തത്വത്തിൽ നിന്നും ഭഗവാന്റെ രൂപത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ജലേശമം രക്ഷതു മത്സ്യമൂർത്തി യദോ ഗണേഭ്യോ വരുണസ്യ ഭാസൽ സലേശമായാവടുമാമനോക്വ്യാൽ ത്രിവിക്രമഖേവതു വിശ്വരൂപം. ജലേഷു ശബ്ദം അർത്ഥാവുമല്ലോ. എപ്പോഴൊക്കെ ഞാൻ ജലത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ടോ, ചിലപ്പോൾ പുഴയിൽ വീഴണമെന്നില്ല, ജലത്തിൽ അപകടത്തിൽപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അർത്ഥം ബാത്റൂമിൽ വീഴുന്നുണ്ടോ? കാരണം ഇന്ന് മിക്കവാറും ആളുകൾ വീഴുന്നത് ബാത്റൂമിലായിരിക്കും. അതുകൊണ്ട് എപ്പോഴൊക്കെ ഞാൻ ജലത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ടോ, മത്സ്യമൂർത്തി രക്ഷതു, എന്നെ ആര് രക്ഷിക്കണം? മത്സ്യരൂപത്തിൽ വന്ന് ഭഗവാനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അങ്ങ് പണ്ട് മത്സ്യമൂർത്തിയായിട്ട് പ്രിയവ്രത മഹാരാജാവിനെ ഉയർത്തിയതുപോലെ ഞാൻ എപ്പോഴൊക്കെ അപകടത്തിൽപ്പെടുന്നുണ്ടോ, ജലത്തിൽ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ടോ, അപ്പോഴൊക്കെ എന്നെ പിടിച്ച് ഉയർത്തിക്കൊള്ളണം. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മത്സ്യമായിട്ട്. അതാണ് ഇന്നത്തെ തലമുറയ്ക്കൊക്കെ പ്രശ്നം. മത്സ്യരൂപത്തിൽ ഭഗവാൻ വരുന്നു. നമ്മളിത് ജപിക്കുമ്പോണ്ടല്ലോ, അങ്ങനെ നമ്മൾ ജപിക്കുന്നതിൻ്റെ ഫലമായിട്ട് എപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു അപകടത്തിൽപ്പെടുന്നുണ്ടോ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ബുദ്ധി ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്. ഇതാണ് ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത്. ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട്, നിരന്തരം എന്നെ ഭജിക്കുന്നവർക്ക് ദദാമി ബുദ്ധിയോഗം എന്നാണ്. എന്താ പറയുന്നത്? ബുദ്ധിയോഗം കൊടുക്കുന്നതാണ്. ഒരിക്കലൊരു അച്ഛൻ വിഷുവിൻ്റെ അന്ന് മകനെ പടക്കം പൊട്ടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മകൻ പടക്കെടുത്തിട്ട് ദൂരെ കൊണ്ടുവച്ചൊരു കോലിൻ്റെ അറ്റത്ത് ഷീയിലേക്ക് ചുറ്റി അത് എണ്ണയിൽ മുക്കി അത് തീ കൊളുത്തി ദൂരെ കണ്ണടച്ചിട്ട് അതിന് തീ കൊടുക്കണത്. തീ പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 കിലോമീറ്ററാണ് ഓടുന്നത്. കേട്ടോ അച്ഛൻ പറഞ്ഞു, ഏട്ടാ ഭീരുവായിട്ട് ഇങ്ങനെ ഓടരുത്, ഇങ്ങനെയൊന്നല്ല പടക്കം പൊട്ടിക്കുക, ഓലപ്പടകേ. അച്ഛൻ എന്ത് ചെയ്തു? ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് കയ്യിൽ, അതെടുത്തു. എന്നിട്ട് ഒരു കയ്യിൽ പടക്കം എടുത്തു. എന്നിട്ട് പറഞ്ഞു ധീരനായിട്ട് പൊട്ടിക്കണമെന്ന്. അതിനകത്ത് തീ കൊളുത്തിയിട്ട് ഒരൊറ്റ ഏറ്. പിന്നെ കുട്ടി കേട്ടത് ഒരു അലർച്ചയാണ്. സംഭവം എന്താണ്ടായത് വെച്ചാൽ പടക്കത്തിന് പകരം ഇതാണ് ധീരന്റെ ലക്ഷണം. അപ്പൊ കുട്ടി അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഇങ്ങനെയാണോ അച്ഛൻ? കഴുത വന്നിരിക്കണോ, നീ കാരണമാണ് എൻ്റെ കൈ ഇങ്ങനെ കേടുവന്നതെന്ന് ഒരാട്ട് വെച്ചു കൊടുത്തു. അപ്പം അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദൈവം വന്നിട്ട് ഒരു വേറെ രൂപത്തിൽ വന്ന് പടക്കം തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇയാളെ രക്ഷിക്കുന്നുള്ളത് അങ്ങനെയല്ലത്. വിവേകമാണ്. എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധി നമുക്ക് വരും. അച്ഛൻ ചെയ്തതുപോലെ ആവില്ല, അമ്മ ചെയ്തതുപോലെ ആവും. ബാത്റൂമിൽ നല്ല വഴുക്കലുണ്ട്, മകൻ ദുബായിൽ നിന്ന് വന്നിരിക്കുക. മകനോട് പറഞ്ഞു, മോനെ ബാത്റൂമിൽ പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന്. ഇങ്ങോട്ട് വരും, ഞാൻ കാണിച്ചു തരാമെന്ന്. ചെന്നു, അമ്മ കാല് വെച്ചപ്പം ദാ കിടക്കണോ. കുട്ടിയോട് പറഞ്ഞു, ഇങ്ങനെ വീഴരുത് എന്ന് പറയാം ഞാൻ നിന്നോട് എന്ന്. ഇനിയിപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. നീ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ നീ വീഴരുതിട്ടോ എന്ന്. കുട്ടിക്ക് മനസ്സിലായി, വല്ലതും പറ്റിയോമേ അത് പറയൂ ആദ്യം എന്ന്. ഒന്നും പറ്റിയില്ല എന്ന്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടുവന്നു. എവിടെ വീങ്ങിയിട്ടേ ഉള്ളൂ അവിടെ. അതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ ബുദ്ധി തന്നുകൊണ്ട് നമ്മളെ ഉയർത്തിയിരിക്കും. ജലേഷമം രക്ഷതു മത്സ്യമൂർത്തി യഥാ ഗണേഭ്യോ വരുണസ്യ ഭാസൽ. ഇനി സ്ഥലേഷുമായ വടുവാമനോവ്യാൽ ത്രിവിക്രമഖേവതു വിശ്വരൂപ. സ്ഥലേഷു സ്ഥലത്തിലുള്ള പ്രശ്നം, റോട്ടിൽ കൂടെ നടക്കുമ്പോൾ വണ്ടി ഇടിക്കാം, അങ്ങനെയൊക്കെ വല്ല പ്രശ്നങ്ങളും വരുമ്പോൾ ആര് വരും? വാമന രൂപത്തിൽ ഭഗവാൻ വന്ന് രക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ പണ്ട് ഭഗവാൻ ത്രിവിക്രമനായി ലോകം മുഴുവൻ അളന്നെടുത്തത് പോലെ എല്ലാ ലോകത്തിലും വ്യാപരിച്ചിരിക്കുന്ന ഭഗവാൻ എന്നെ രക്ഷിക്കും. പിന്നെ അടുത്തത് ദുർഗേഷഡവ്യാജി മുഖാദിഷു പ്രഭു പായാന്ദ്രസിംഹോസുരയൂഥപാരി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേതുർ നൃപതർസഗർഭാം. ദുർഗേഷു അടവ്യാജി മുഖാദിഷു, ദുർഘടങ്ങളിൽ പെടുമ്പോൾ, അതായത് ഇരുട്ടത്ത് നടക്കുമ്പം, ഇവിടേക്ക് അതല്ലേ വഴിയുള്ളൂ, പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റ് പോകുന്നു. ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ 2 ആൾക്കാർ നിങ്ങളുടെ നേരെ വരുന്നു. ദുർഘടായോ ജീവിതം. അപ്പോൾ ആരെ സ്മരിച്ചു കൊള്ളണം? നരസിംഹമൂർത്തിയെ സ്മരിക്കണം എന്നാണ്. നൃസിംഹത്തെ അപ്പം സ്മരിച്ചു കൊള്ളണം എന്നാണ്. വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം, അദ്ദേഹത്തിൻ്റെ ആ മഹാട്ടഹാസം, ആരുടെ? ഭഗവാന്റെ ആ മഹാട്ടഹാസം കേൾക്കുമ്പോൾ പറയാണ്, അസുര സ്ത്രീകളുടെ ഗർഭം പോലും താഴേക്ക് വീഴും. അപ്രകാരം
എവിടെന്നെങ്കിലും ഒരു ശബ്ദം വന്നിട്ട് അവർ നമ്മളെ വിട്ടുപോകുമെന്ന് പറയാണ്, നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കില്ലയാണ്. നല്ല പണിയാണല്ലോ സ്വാമി പറഞ്ഞു തന്നത്. അപ്പം ആരാണോ ഭഗവാനെ ദൃഢമായി ഉപാസിക്കുന്നത് അവർക്ക് വല്ല വിപത്തുകളും വരുമ്പം എന്തെങ്കിലും ശബ്ദം കേട്ടിട്ട് അവരവിടുന്ന് പോകുന്നതാണ്. അതെങ്ങനെയാ ശബ്ദം, എന്താ ശബ്ദം എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്കൊരു പക്ഷേ അങ്ങനെ ശബ്ദമുള്ളതായി തോന്നും, അങ്ങനെ തോന്നിക്കും, അതാണ് അതിൻ്റെ ശക്തി. അപ്രകാരം തോന്നുന്നതാണ്. എന്നിട്ടോ അടുത്തത് രക്ഷത്തസൗ മാധ്വനി യജ്ഞകൽപ്പാം സതഷ്ടയോ നീതതരോവരാഹ രാമോദ്രികൂടേശത വിപ്രവാസേ സലക്ഷ്മണോ വ്യൽ ഭരതാഗ്രജാസ്മൻ. രക്ഷത്തസൗ മാധ്വനി യജ്ഞകൽപ്പ. ഇനി എപ്പോഴൊക്കെ ഭഗവാനെ ഞാൻ യാത്ര ചെയ്യുന്നു, എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നാൽ അപ്പോഴൊക്കെ എന്ത് വേണം, എന്താണ് ആ സമയത്തൊക്കെ എന്നെ ഭഗവാൻ ഭൂമിയെ ഉയർത്തിയതുപോലെ ഭഗവാൻ യജ്ഞമൂർത്തിയായിട്ട് എന്നെ ഉയർത്തിക്കൊള്ളണം എന്നാണ്. സദ്രഷ്ടയോ നീധരോ വരാഹ, വരാഹരൂപത്തിൽ ഉയർത്തിയതുപോലെ എപ്പോഴൊക്കെ ഞാൻ വീഴാനുള്ള സാധ്യതകളുണ്ടോ അപ്പോഴൊക്കെ ഭഗവാനായിട്ട് എന്നെ ഉയർത്തിക്കൊള്ളണം. അപ്പോൾ വീഴുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഴിയിൽ വിട്ട് വീഴാം, അല്ലെങ്കിൽ ഡ്രൈനേജിൽ വീഴാം, അല്ലെങ്കിൽ പഴത്തൊലിയിൽ ചവിട്ടിയാലും അതൊക്കെയല്ലേ ഇവിടെ വീഴാനുള്ള സാധ്യതകളോ. അപ്പോഴൊക്കെ അപ്രകാരം ആ സമയങ്ങളിലൊക്കെ ആര് വരണം, ഭഗവാൻ വന്നിട്ട് എന്നെ ഉയർത്തിക്കൊള്ളണം. എന്നിട്ടോ രാമോദ്രി കൂടേഷു വിപ്രവാസേ, എന്നെ പരശുരാമസ്വാമി എന്നെ ഉയർത്തണം. എപ്പോൾ ഉയർന്ന സ്ഥലങ്ങളിൽ ഞാൻ നടക്കുമ്പോൾ, അതായത് ടെറസിൻ്റെ മുകളിൽ നടക്കുമ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ, അല്ല ഇപ്പം നിങ്ങൾ മലയുടെ മുകളിലൊന്നും പോകാൻ പോകുന്നില്ല, ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോൾ പരശുരാമസ്വാമി തന്നെ രക്ഷിക്കണമെന്ന്. ഇതൊക്കെ പറയുന്നതിലുണ്ടല്ലോ അർത്ഥമുണ്ടേ, വെറുതെ നമ്മൾ വിഡിത്തം പറയില്ല. ഞാൻ ഒരിക്കൽ കൈലാസത്തിൽ പോയപ്പോൾ അവിടെ കൈലാസ പർവ്വതത്തിൻ്റെ അടുത്ത് വരെ ഒരു സ്ഥലമുണ്ട്, അഷ്ടപത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ചെന്നു, ഞങ്ങൾ ഒക്കെ ദർശനമൊക്കെ കഴിഞ്ഞ് ആ വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ കണ്ട് അതിൻ്റെ സന്തോഷത്തിൽ തിരിച്ചു പോരുമായിരുന്നു. നമ്മുടെ കൂട്ടത്തിലൊരമ്മ വന്നില്ല. ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ടാവും അവരെ വിട്ടുപോയത്. അപ്പോൾ അവർ കൂടെ ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങളും പോകുന്നത്. എത്ര കിലോമീറ്റർ താഴേക്ക് വരണം എന്നറിയൂ. അവിടെയാണെങ്കിൽ ഒരു മനുഷ്യവാസവും ഇല്ല കൈലാസത്തിൻ്റെ അടുത്ത്. ഒറ്റയ്ക്കൊക്കെ അവിടെ നിന്നാൽ അപ്പം കാറ്റ് പോകും, അത്ര. പിന്നെ അവിടുത്തെ കാറ്റും ശക്തികളൊക്കെ. പക്ഷെ ഞങ്ങൾ വാഹനത്തിൽ കയറിയതും ഇവരെന്തോ ബാത്റൂമിലിരുന്ന് പോയതായിരുന്നു അത്രേ. അവർ നമ്മളെ ശ്രദ്ധിച്ചോ അതോ നമ്മൾ അവരെ ശ്രദ്ധിക്കായതുകൊണ്ടോ വിട്ടുപോയി. അപ്പോഴേക്കും അവരവിടെ നിൽക്കുന്നത് ഒരു വിദേശി കണ്ടു. ആ വിദേശി അവരെ കണ്ട് വാഹനത്തിൽ കയറ്റി അവരെ ഞങ്ങൾ താഴെ എത്തുമ്പോഴേക്കും അവിടെ എത്തിച്ചു കഴിഞ്ഞു പറയുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഭഗവാൻ ഏതെങ്കിലും ഒരു വിധത്തിൽ ആ പരശുരാമ രൂപത്തിൽ എത്തും എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, പരശുരാമൻ്റെ രൂപത്തിലാവില്ല, ഏതെങ്കിലും ഒരു രൂപത്തിൽ അവിടെ സഹായിക്കാൻ ഒരു ശക്തി അവിടെ ഉണ്ടായിരിക്കും. അത് നമ്മുടെ കഴിവുകൊണ്ടാണെന്നൊന്നും വിചാരിക്കരുതെന്ന് പറയണം. രാമോദ്രികൂടേശത വിപ്രവാസേ ലല്ലസലക്ഷ്മണോ ഭരതാഗ്രജാസ്മൻ. വിപ്രവാസേ, ഒറ്റയ്ക്ക് വസിക്കുന്ന സമയത്ത്, കാട്ടിലൊക്കെ ഒറ്റയ്ക്ക്, ഇവിടെ കാട് എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആരെ ഓർത്തുകൊള്ളണം? ശ്രീരാമസ്വാമിയുടെ രൂപത്തിൽ ഭഗവാൻ വരുമെന്ന് പറയണം. കാരണം രാമൻ പണ്ട് കാട്ടിലൊറ്റയ്ക്ക് താമസിച്ചില്ലേ, നമ്മളെ സഹായിക്കാനായിട്ട് വരുമെന്ന് പറയണം, ഒറ്റയ്ക്കല്ല എന്ന് പറയാണ്. ഇനിയോ മാമുഘ്രധർമാദഖിലാത് പ്രമാദൽ നാരായണ പാതു നരശ്ചഹാസൽ ദത്തസ്തയോഗാദയോഗനാദ പായൽ ഗുണേശ കപില കർമ്മബന്ധൽ. ഭഗവാനെ, എപ്പോഴൊക്കെ ഞാൻ അറിയാതെ ചില അധർമ്മങ്ങളിലൊക്കെ പെട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അധർമ്മത്തിൽ കുരുക്കാൻ ശ്രമിക്കുമ്പോൾ, ആഭിചാരങ്ങൾ ചെയ്ത് എന്നെ കുരുക്കാൻ ശ്രമിക്കുമ്പോൾ, എന്നെ ആ സമയത്ത് അവിടെ എന്ത് ചെയ്യണം? നാരായണ പാതു, നാരായണൻ രക്ഷിക്കണം. നാരായണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നരനാരായണ ഋഷിമാരാണ്. നാരായണോ പാതു പ്രമാദാൽ നരശ്ചഹാസാൽ. എപ്പോഴൊക്കെ എനിക്കറിയാതെ ഗർഭം വരുന്നു, ഒരു അഹങ്കാരം വരുന്നു, ഞാൻ അറിയാതെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ നിന്ദിക്കാനിട വരുന്നു, അപ്പോഴൊക്കെ എന്നെ നരനായി വന്ന് ഉയർത്തണം. അപ്പം നരനും നാരായണുമായിട്ട് എൻ്റെ അവിവേകത്തെയും പൊറുക്കണം, എന്നെ വല്ലവരും ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആഭിചാരത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം. പിന്നീടോ ദത്തസ്ഥയോഗാദയോഗനാഥ, എന്നെ യോഗത്തിൽ നിന്ന് ഞാൻ പിഴവ് പറ്റുകയാണെങ്കിൽ, ആ യോഗത്തിൽ ആരെങ്കിലും എന്നെ പിഴവ് വരുത്താൻ നോക്കുകയാണെങ്കിൽ അവിടുന്ന് ദത്താത്രേയനായി എന്ന് അനുഗ്രഹിക്കണം. പിന്നീട് എപ്പോഴൊക്കെ ഞാൻ കർമ്മങ്ങളിൽ കുരുങ്ങിക്കൊണ്ട്, കർമ്മം തന്നെയാണ്, കർമ്മം എന്ന് പറഞ്ഞാൽ ഈ പൂജാദികളും ഈ വഴിപാടുകളും ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ സത്യമെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ കുരുങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് കപിലൻ എന്നെ വന്നുയർത്തണം. കപിലൻ അമ്മയെ ഉയർത്തിയതുപോലെ എൻ്റെ മനസ്സിനെ ഉയർത്തണം ഭഗവാനെ. ഇനി അടുത്തത് സനൽകുമാരോ അവതു കാമദേവ
ഹയശീർഷാമാം പതിദേവഹേളനാൽ ദേവർഷിവര്യ പുരുഷാർച്ചനാന്തരാൽ കൂർമോ ഹരിർമാം നിരയാദശേഷാൽ. ഇനി എപ്പോഴൊക്കെ ഞാൻ കാമത്തിനടിമപ്പെടുന്നുണ്ടോ, എൻ്റെ മനസ്സ് ദുർബലമാവുന്നുണ്ടോ, ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ പിടിവാശി വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ അവിടുന്ന് സനൽകുമാരോ ആരായിട്ട് വരണം? സനൽകുമാരനായിട്ട്. പിന്നീട് എപ്പോഴൊക്കെ ഞാൻ ദേവഹേളനാൽ, ഞാൻ അറിയാതെ എങ്ങാനും മഹാത്മാക്കളെ നിന്ദിക്കാനിട വന്നാൽ, സജ്ജനങ്ങളെ നിന്ദിക്കാനിട വന്നാൽ, ഹയർശീർഷോ വേദത്തെ ഉയർത്തിയ ഹയർശീർഷമൂർത്തിയായി തന്നെ വന്ന് ഉയർത്തിക്കൊള്ളണം. ദേവർഷിവര്യ പുരുഷാർച്ചനാന്തരാൽ, ഞാൻ എപ്പോഴൊക്കെ സന്മാർഗത്തിൻ്റെ ആ പാതയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ, സജ്ജനങ്ങളെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ, ഭഗവാനെ മറന്നു പോകുന്നുണ്ടോ, അപ്പോഴൊക്കെ എന്നെ ദേവർഷിയായിട്ട് വന്ന്, ആരാണ്? നാരദ മഹർഷിയായിട്ട് എന്നെ സഹായിക്കണം. അതുപോലെ കൂർമോ ഹരിർമാം നിരയാദശേഷാൽ, എല്ലാവിധത്തിലുള്ള ആപത്തിൽ നിന്നും കൂർമ്മരൂപത്തിൽ വന്ന് എന്നെ അനുഗ്രഹിക്കണം. ഇനി പറയുന്നു, ധന്വന്തരിർ ഭഗവാൻ പാത്തുപത്യാൽ ദ്വന്ദ്വാൽ ഭയാ ഋഷഭോ നിർജിതാത്മാ യജ്ഞസ്ഥലോകാദവദാജനന്ദൽ ഫലോഗണൽ ക്രോധവശാതഹിന്ദ്ര. എപ്പോഴൊക്കെ പാത്തുപത്യാൽ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ആഹാരാദി മറ്റുള്ള ആഹാരാദികളൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടോ അങ്ങനെയെങ്കിലും ഭക്ഷണം എന്താണ് വെള്ളമോ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് വല്ല രോഗത്തിനും ഞാൻ അടിമപ്പെടുന്ന സമയത്ത് ധന്വന്തരിർ ഭഗവാൻ ആരായി വരണം? ധന്വന്തരിയായി വന്ന് എന്നെ അനുഗ്രഹിക്കണം. അതായത് ഞാൻ കഴിക്കുന്നത് ജീർണ വസ്തുക്കളായാലും ശരി, വിഷമായാലും എൻ്റെ ഉള്ളിൽ അതെല്ലാം ദഹിച്ചു പോകണം. അതൊരു വിഷമായി എൻ്റെ ശരീരത്തിൽ കിടക്കാൻ പാടില്ല. പിന്നെ പറയുന്നു, ദ്വന്ദ്വാൽ ഋഷഭോ, ഞാൻ സുഖത്തിനും ദുഃഖത്തിനും അടിമപ്പെടുന്ന സമയത്ത് സുഖദുഃഖങ്ങളിൽ നിന്ന് എന്നെ ഉയർത്താൻ ഋഷഭനായി വന്ന് എന്നെ അനുഗ്രഹിക്കണം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായി കാണാൻ എനിക്ക് സാധിക്കണം. യജ്ഞസ്ഥലോകാദവദാജനന്ദൽ, അപവാദത്തിൽ നിന്ന് ഭഗവാനെ അവിടെ തന്നെ യജ്ഞമൂർത്തിയായിട്ട് അനുഗ്രഹിക്കണം. ബലോഗണൽ കോശവദാദഹീന്ദ്ര, എപ്പോഴൊക്കെ ഞാൻ ക്രോധത്തിന് വിധേയമാവുന്നുണ്ടോ, അഹീന്ദ്രനായി, അതായത് സംഘർഷണമൂർത്തിയെ ബലരാമനായി വന്ന് എന്നെ ക്രോധത്തിൽ നിന്നും ഉയർത്തണം. അപ്പൊ നോക്കൂ, ഇങ്ങനെയൊക്കെ നോക്കൂ, എല്ലാ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ വരുമ്പോഴും അപ്പോഴൊക്കെ ഉള്ളിൽ ആരെ കാണണം? ഭഗവാന്റെ ഓരോ ഭാവങ്ങൾ കാണുമ്പം അപ്പോഴേക്കും ആ വികാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഭഗവാൻ കൂടെ ഇല്ലേ, എന്തിനാ ഞാനിത് പറയുന്നത്, എന്തിനാ ഇത് ഞാൻ കാണിക്കുന്നത് എന്നിങ്ങനെ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒരു ഫിൽട്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാൻ, ഒരു റിഫൈൻ ചെയ്യാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ക്രോധം വരുമ്പം ഇന്ന ആളെ ഓർക്കണം, ഇന്ന കാര്യ സമയത്ത് ഇന്നത് ഓർക്കണം. കാമം വരുമ്പോൾ സനൽകുമാരാദി മഹർഷിമാരെ ഓർക്കണം. ഇങ്ങനെ ഓരോ ദുർബലമായ അവസ്ഥ വരുമ്പോൾ അവരെ ഓർക്കുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇതിൽ നിന്നും എന്നെ ഉയർത്തണം. അപ്പം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും, സെൽഫ് അവയർനെസ് വരും. നമ്മൾ തന്നെ പ്യൂരിഫൈ ചെയ്യുമെന്ന് പറയാം. ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ദ്വൈപായനോ ഭഗവാന പ്രബോധൽ ബുദ്ധസ്തപാകണ്ഡഗണൽ പ്രമാദൽ കലേ കാലമലാൽ പ്രഭാതു ധന്മാവനായോരു കൃതാവതാരം. ഭഗവാന പ്രബോധൽ, ഞാൻ ഭഗവാനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ പോകുമ്പോൾ ആരായിട്ട് വരണം? ദ്വൈപായൻ. ദ്വൈപായൻ എന്ന് പറഞ്ഞാൽ വേദവ്യാസ മഹർഷിയായിട്ട് എനിക്ക് ഭഗവാന്റെ മഹത്വം എനിക്ക് ബോധ്യപ്പെടുത്തി തരണം. അതായത് ഒരു ഗുരു എന്നെ അനുഗ്രഹിച്ച് എന്നെ ഉയർത്തിയിരിക്കണം. ബുദ്ധസ്ഥ പാകണ്ഡഗണാൽ, പാകണ്ഡ മതത്തിൽ നിന്ന്, അതായത് വെറുതെ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാതെ ഞാൻ തർക്കിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ബുദ്ധനായിട്ട് വരണം ഭഗവാൻ. എന്താ ബുദ്ധൻ്റെ പ്രത്യേകത? ബുദ്ധൻ ഇത്തരം കാര്യങ്ങളിലൊന്നും ചർച്ച ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഈശ്വരൻ ആരാണ്, ഈശ്വരൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിനൊക്കെ അദ്ദേഹം ഉത്തരം എന്താണ്? മൗനമാണ്. തർക്കിക്കാൻ അദ്ദേഹം പോയിട്ടില്ല. അപ്പം ഗുരുവിനോട് ചോദിച്ചു ശിഷ്യൻ, മൗനമാണോ ഈശ്വരൻ, ശൂന്യമാണോ ഈശ്വരൻ? ശിഷ്യനോട് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ശൂന്യനല്ലാണ്. അപ്പോൾ ശൂന്യനുമല്ല, എന്നാ ഭഗവാൻ രൂപവുമല്ല. അപ്പൊ പിന്നെ എന്താ ഭഗവാൻ? അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അതിനെ അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ചൂട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ? നിങ്ങൾക്ക് മധുരം തന്നു, നല്ല ലഡു തന്നു, മധുരത്തെക്കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. അത്രയും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ? പായസം ഉണ്ടല്ലോ, അടിപൊളി. എന്നാ എത്ര മധുരം ഉണ്ടോന്നൊന്ന് പറഞ്ഞുതരൂ. എത്ര മധുരമുണ്ട്? നല്ലോണം മധുരമുണ്ട്. എന്നാ മധുരം എന്താന്ന് പറഞ്ഞുതരൂ. ഇതല്ലാതെ വേറെ കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്ക്. ചൂടൊന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ? പറ്റുമോ?
ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ. എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഷോക്ക് എന്നുള്ളത്? പക്ഷെ നിങ്ങൾക്ക് അനുഭവിപ്പിച്ച് തരാം. വിരലെടുത്തിട്ട് പ്ലഗിൽ അങ്ങോട്ട് വെച്ചിട്ട് എന്താ ഇലക്ട്രിക് ഷോക്ക് അവനും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം അവനും പറയാ നിങ്ങൾ നിങ്ങളുടെ വിരലൊന്ന് തരൂ. ഇതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴൊക്കെ നമ്മൾ വേണ്ടാത്ത യുക്തി വിവാദത്തിലേക്ക് വരുന്നു, വെറുതെ ദൈവത്തിനെക്കുറിച്ച് വാദിച്ച സമയം കളയരുതെന്നാണ് പറയണത്. അതാണ് ബുദ്ധന്റെ മഹത്വം. ആരൊക്കെ ദൈവത്തെക്കുറിച്ച് തർക്കിക്കാൻ പോയോ മൗനം. അതായത് എല്ലാറ്റിനും അതീതനാണ് ഭഗവാൻ. പിന്നീട് പറയുന്നു കൽക്കിക്കലേ കാലമലപ്രഭാതു ധർമാപയാനോ ഒരു കൃതാവതാരം. ഇനി ഭഗവാൻ ഈ ഭൂമിയിൽ കലിപുരുഷനായിട്ട് അവതരിക്കുന്ന ഭഗവാൻ കാലത്തെ കളയാതെ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. കാലം വൃഥാവിലാക്കാൻ എനിക്ക് തോന്നരുത് എന്ന്. അതായത് എൻ്റെ മനസ്സിനെ വെറുതെ ഇരിക്കാൻ എനിക്ക് തോന്നരുത്. എപ്പോഴും എൻ്റെ മനസ്സിനെ എൻഗേജ്ഡ് ആക്കാൻ, ദൈവികമായ കാര്യങ്ങളിൽ നിരന്തരം എൻഗേജ്ഡ് ആക്കാൻ കൽക്കി ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ്. കൽക്കി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? മനസ്സിനെ വെറുതെ ഇരുത്തുന്നതാണ് കൽക്കി. കൽക്കി എന്ന് പറഞ്ഞാൽ കലഹം. നമ്മുടെ മനസ്സിൽ കലഹം വരുന്നത് അങ്ങനെയാണ്, അസ്വസ്ഥതകൾ വരുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മുടെ മനസ്സ് വെറുതെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ, നിങ്ങൾ രോഗിയാണ്, നിങ്ങൾ അസ്വസ്ഥനാണ്, നിങ്ങൾ പ്രശ്നക്കാരനാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഓരോന്നിൽ എൻഗേജ്ഡ് ആക്കിയോ, നിങ്ങൾ വലിയൊരു അസറ്റാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ, വെറുതെ ചിന്തിക്കാൻ ആർക്ക് സമയം കൊടുക്കരുത്? മനസ്സിന് അനുവാദം കൊടുക്കരുത് പറയാൻ. ഇനി പറയുന്നു മാം കേശവോഗതയാ പ്രാതരവ്യൽ ഗോവിന്ദ ആസംഗമത്തവേണു നാരായണ പ്രാഹണ ഉദാത്ത ശക്തി മദ്യന്തിനേ വിഷ്ണുരരീന്ദ്രവാണി. മാം കേശവോഗതയാ പ്രാതരവ്യൽ. പ്രാതകാലത്ത് എന്നെ കേശവൻ, യഥാരൂപിയായിരിക്കുന്ന കേശവൻ അനുഗ്രഹിക്കട്ടെ. ഗോവിന്ദ ആസംഗമത്തവേണു. അത് കഴിഞ്ഞ് എന്നെ മറ്റുള്ളവരോട് ചേർന്നിരിക്കുന്ന സമയത്ത്, ആസംഗമായിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് വേണുധാരിയായിരിക്കുന്ന ഗോവിന്ദൻ എന്നെ അനുഗ്രഹിക്കട്ടെ. നാരായണ പ്രാഹണ ഉപാത്ത ശക്തി. നാരായണൻ രാവിലെ എൻ്റെ കൂടെ നാരായണൻ അനുഗ്രഹിക്കട്ടെ. മദ്യന്തിനെ വിഷ്ണുരരീന്ദ്രവാണി. പിന്നീട് മധ്യാഹ്നമാകുന്ന സമയത്ത് എൻ്റെ കൂടെ വിഷ്ണു രൂപം ഉണ്ടാവട്ടെ. ദേവോപരാഗ്നേ മധുഹാഗ്ര ധന്വാ സായം ത്രിദാമാവത് മാധവോ മാം ദോഷേ കൃഷികേശ ഉദാത്രരാത്രേ നിശീതയേ ഗോവത് പത്മനാഭാം. ദേവോപരാഗ്നേ. പിന്നീട് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ കൂടെ ആരുണ്ടാവണം? മധുസൂദനൻ ഉണ്ടാവണം. സായം ത്രിദാമാവത് മാധവോ മാം. സായങ്കാലമാകുമ്പോൾ മാധവൻ ഉണ്ടാവണം. ദോഷേ കൃഷികേശ ഉദാത്തരാത്രേ. പിന്നീട് രാത്രിയാകുമ്പോൾ ഋഷികേശൻ ഉണ്ടാവണം. നിശീതയേ ഗോവത് പത്മനാഭാം. എപ്പോ? രാത്രിയുടെ ആ മൂർധന്യാവസ്ഥയിൽ എൻ്റെ കൂടെ പത്മനാഭൻ ഉണ്ടാവണം. ശ്രീവത്സദാമാപര രാത്രയീശ പ്രത്യൂഷ ഈശോസിതരോ ജനാർദ്ദനാം ദാമോദരോ വ്യാദന സന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി. പിന്നീട് ശ്രീവത്സരൂപത്തിൽ ഭഗവാൻ എൻ്റെ കൂടെ രാത്രിയിലുണ്ടാവണം. രാവിലെ പ്രത്യുഷത്തിൽ ഭഗവാൻ ജനാർദ്ദനായിട്ടുണ്ടാവണം. പിന്നീട് പ്രഭാതത്തിൽ തന്നെ ദാമോദരനായിട്ടുണ്ടാവണം. സന്ധ്യയിലും പ്രഭാത സന്ധ്യയിൽ ദാമോദരൻ ഉണ്ടാവണം. ഭഗവാൻ കാലമൂർത്തി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ചക്രം യുഗാന്താനലതിഗ്നനേമി ഭ്രമൽ സമന്തൽ ഭഗവൽ പ്രയുക്തം ദന്തി ദഗ്ധന്തി സൈന്യമാശു കക്ഷം യഥാവാദ സഖോ